ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റഡ് സ്പീഡിനും താഴേക്ക്. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എൻട്രി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ KCB വർക്കറിൻ്റെ മിഷൻ 100 അല്ലേ? അതിനകത്ത് നമ്മളെ ഇനി 5ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 5ാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ 5ാമത്തെ മൊഡ്യൂളായിരിക്കും അല്ലേ? 5ാമത്തെ മൊഡ്യൂൾ നമുക്കറിയാം ഏതാണ്? നമ്മളെ DC മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളാണ് അല്ലേ? ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസും ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, കാരണം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന നല്ലൊരു മൊഡ്യൂളായിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, കാരണം DC മിഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെപ്തിലായിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ട ഒരു മൊഡ്യൂളൊന്നല്ല. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കുകയാണെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നല്ല എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് കേട്ടോ DC മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാം. അതായത് 10 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണല്ലോ. അപ്പോൾ 10 മാർക്ക് DC മിഷൻ, അതായത് DC ജനറേറ്ററും DC മോട്ടറും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടേഴ്സും കൂടെ ഉള്ളൂ അല്ലേ? അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക. നമ്മളൊരു മോഡലായിട്ട് ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നുണ്ടാവുക എന്നുള്ള കൺസെപ്റ്റിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് യോക്സ് ഓഫ് ലാർജ് കപ്പാസിറ്റി DC ജനറേറ്റർ? എന്താ ചോദിച്ചുള്ളത്? ഏത് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ? അതായത് യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ഫ്രെയിം അല്ലെങ്കിൽ ആ പുറം ഭാഗത്തെ അല്ലേ, യോക്ക്, ഫ്രെയിം, ആ ബോഡി എന്നൊക്കെ പറയുന്ന ഭാഗം അല്ലേ, ആ ബോഡി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതായത് DC ജനറേറ്ററിൻ്റെ ഫ്രെയിം നിർമ്മിക്കാൻ അല്ലെങ്കിൽ യോക്ക് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ? കാസ്റ്റ് അയൺ, CRGO സ്റ്റീല്, റോൾഡ് സ്റ്റീല് ആൻഡ് സിലിക്കൺ സ്റ്റീൽ. ഇതാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞു എന്താണ്, ആ ഒരു DC മിഷന്റെ പുറം ഭാഗം അല്ലേ, യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം എന്താണ്? പുറമേ ഉള്ള ഭാഗം അല്ലേ? അതായത് നമ്മൾ കാണുന്ന DC മിഷൻസിന്റെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗം. എന്തിനു വേണ്ടിയിട്ട് ഈ പുറമേ കാണുന്ന ഭാഗം നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ പർപ്പസ് എന്താ? ഒരുപാട് പർപ്പസ് ഉള്ള സാധനം കേട്ടോ ഈ യോക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കാണുമ്പോൾ അതൊരു പുറമോടി മാത്രമാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പർപ്പസ് അതിനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ DC മിഷൻസിനകത്ത് വരുന്ന ബാക്കി എല്ലാ ഭാഗങ്ങളെയും മെക്കാനിക്കലി പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? മെക്കാനിക്കലി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ യോക്ക് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ? ഒന്നാമത്തെ കാര്യം അതായിട്ട് പറയാം. പിന്നെ നമ്മളറിയാം നമുക്ക് ഫീൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ DC മിഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റേറ്റർ ആണ് അല്ലേ? ഈ സ്റ്റേറ്ററിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്? സ്റ്റേറ്ററിനെ സപ്പോർട്ട് നിർത്തുന്നതും യോക്കാണ് അല്ലേ? അതായത് യോക്കിലെയാണ് എന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റർ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഈ സ്റ്റേറ്ററിൻ്റെ, അതായത് നമ്മളെ ഫീൽഡ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരെന്നെ ആയിരിക്കും? യോക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ അതേ പറഞ്ഞാൽ ഒരുപാട് പർപ്പസുകളാണ് കേട്ടോ. ഈ പർപ്പസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് യോക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്താണ് അതിൻ്റെ ഒരു റിലക്റ്റൻസ് പാത്ത് എന്നുള്ള രീതിയിൽ അല്ലേ? അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നുണ്ടായിരിക്കുക, ഒരു ലോ റിലക്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും അല്ലേ? ലോ റിലക്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കേട്ടോ, ലോ റിലക്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാണ്, വന്നിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ ചോദിച്ചുള്ള അതല്ല, ഇവിടെ ചോദിച്ചുള്ള എന്താണ്, ഏത് മെറ്റീരിയൽ ആണ് ഒരു ലാർജ് കപ്പാസിറ്റി DC ജനറേറ്റർ യൂസ് ചെയ്യണം, ലാർജ് കപ്പാസിറ്റി DC ജനറേറ്ററിനകത്ത് യോക്ക് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചുള്ളത് അല്ലേ? ഓപ്ഷൻസ് ആയിട്ട് കാസ്റ്റ് അയൺ, CRGO, റോൾഡ് സ്റ്റീൽ ആൻഡ് സിലിക്കൺ സ്റ്റീൽ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റോൾഡ് സ്റ്റീലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ കാസ്റ്റ് അയണും യൂസ് ചെയ്യുന്നുണ്ട്, റോൾഡ് സ്റ്റീലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാസ്റ്റ് അയണും റോൾഡ് സ്റ്റീലും യൂസ് ചെയ്യുമ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലാർജ് കപ്പാസിറ്റി DC ജനറേറ്റർ അല്ലെങ്കിൽ DC മിഷൻസിന്റെ കൺസെപ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലാർജ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റോൾഡ് സ്റ്റീൽ ആയിരിക്കും കേട്ടോ. എന്നാൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് കപ്പാസിറ്റി ലോ ആണ് അല്ലെങ്കിൽ സ്മാൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് കേട്ടോ. കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കാസ്റ്റ് അയണും റോൾഡ് സ്റ്റീലും ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് നമുക്കറിയാം ഈ വലിയ മിഷൻ ആകുമ്പോൾ, അതായത് കപ്പാസിറ്റി കൂടുതലുള്ള മിഷൻ ആവുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി വലിയ മിഷനാണ് അല്ലേ? വലിയ മിഷൻ ആവുന്ന സമയത്ത് എന്താണ്, അവിടെ ഓൾറെഡി നമുക്ക് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, കൂടുതലായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും അല്ലേ? അതായത് മിഷൻ്റെ വെയിറ്റ് എന്തായിരിക്കും, നമുക്ക് പറയാം ലാർജ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ മിഷൻ്റെ വെയിറ്റ് എന്തായിരിക്കും, കൂടുതലായിട്ടായിരിക്കും വരുന്നുണ്ടാവും അല്ലേ? ഈ മിഷൻ്റെ വെയിറ്റ് ഓൾറെഡി കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ പറയുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റും കൂടി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഒരു കാരണം നമുക്ക് ആ യോക്കിൻ്റെ വെയിറ്റും കൂടി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, മിഷൻ്റെ വെയിറ്റ് വീണ്ടും കൂടുതലാവും അല്ലേ? അപ്പോൾ അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് മിഷൻ്റെ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ നമ്മൾ സാധാരണ കാസ്റ്റ് അയണും റോഡ് സ്റ്റീലും നോക്കുകയാണെങ്കിൽ റോഡ് സ്റ്റീലിന് എന്താണ് കോസ്റ്റ്ലി ആയിട്ട് കൂടുതലായിട്ട് വരുന്നതാണ്. പക്ഷെ അവിടെ ആ ഒരു വെയിറ്റ് നമുക്കൊന്ന് കുറയ്ക്കുക എന്നുള്ള റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം റോൾഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ദെൻ ചെറിയ മെഷീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പ്രശ്നമല്ല, നമുക്ക് എന്ത് ചെയ്യാണ് വെയിറ്റ് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല, ജസ്റ്റ് കോസ്റ്റ് കട്ട് ചെയ്യുക അല്ലേ, കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും കാസ്റ്റ് അയണും അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. ബോഡി ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് ഒക്കെ സ്മാൾ മെഷീൻസ് ആണെങ്കിൽ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ബോഡി ഫ്രെയിം യോക്ക് ലാർജ് മെഷീൻസ് ആണെങ്കിൽ റോൾഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. റോൾഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കോൾക്കോർ പോൾ ഷൂസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാസ്റ്റ് സ്റ്റീൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു മോഡേൺ ആയിട്ട് നമുക്ക് പിന്നെയും പറയാം, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് ലാമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ അല്ലെങ്കിൽ നമ്മളെ സിലിക്കൺ സ്റ്റീലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലാമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. ലാമിനേറ്റഡ് ആയിട്ടുള്ള സിലിക്കൺ സ്റ്റീൽ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റ് നമ്മളെ നിമി ഇതനുസരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു കൺസെപ്റ്റ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്തെന്താണ് ആർമേച്ചർ കോർ. ആർമേച്ചർ കോർ ആണെങ്കിൽ ലാമിനേറ്റഡ് സ്റ്റീലാണ് ആർമേച്ചർ കോർ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ ലാമിനേറ്റഡ് സ്റ്റീൽ എന്ന് പറയുമ്പോഴേ അവിടെ നമ്മൾ സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ സിലിക്കൺ സ്റ്റീൽ എന്നുള്ള ആ മെറ്റീരിയലിനെ നമ്മളിങ്ങനെ എടുത്തു പറയുന്നത് അല്ലേ. ജസ്റ്റ് നമുക്ക് ഈ ആർമേച്ചർ കോർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ. എന്തായിരിക്കും ആ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്? അതായത് ജസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ആർമേച്ചർ കോർ നിർമ്മിക്കാൻ വേണ്ടി ലാമിനേറ്റഡ് സ്റ്റീൽ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യാനുള്ള കാരണം, അതായത് സിലിക്കൺ സ്റ്റീൽ തന്നെ യൂസ് ചെയ്യണം എന്നുള്ള പറയാനുള്ള കാരണം അല്ലേ. നോർമലി നമുക്ക് സ്റ്റീൽ യൂസ് ചെയ്തൂടെ, അതിന് പകരമായിട്ട് സിലിക്കൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒരു അലോയ് ആണ് യൂസ് ചെയ്യുന്നത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരുന്നതാണ് കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായിരിക്കും അതിന് കാരണം എന്നുള്ളത് അല്ലേ. പിന്നെ എന്താ ഉള്ളത് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്താണ് ഹാർഡ് ഡ്രോൺ കോപ്പർ അല്ലേ. കമ്മ്യൂട്ടേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്താണ് ആർമേച്ചറിൽ എന്താ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക DC ജനറേറ്റർ ആയിക്കോട്ടെ. പക്ഷെ ആർമേച്ചറിൽ ഉണ്ടാക്കുന്ന എന്താണ് അവിടെ എന്താ ഉണ്ടാവുക AC ഉണ്ടാവുക അല്ലേ. ആ AC നമുക്ക് എന്താക്കി മാറ്റണം DC ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്. ബ്രഷ് ആണെങ്കിൽ സ്മാൾ മിഷൻസിൽ കാർബൺ ഓർ കോപ്പർ ആയിരിക്കും. ലാർജ് മിഷൻസ് ആണെങ്കിൽ ഇലക്ട്രോ ഗ്രാഫൈറ്റ് ആണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ആൻസർ മാർക്ക് ചെയ്യുക. ഏതാണ് ആൻസർ മാർക്ക് ചെയ്യേണ്ടത്? സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് അല്ലേ, എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ, സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ ആൻഡ് ഷണ്ട് ജനറേറ്റർ എന്നാണ് പറഞ്ഞത് അല്ലേ. എന്താ ചോദിച്ചുള്ളത്? കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഉള്ളിൽ വന്ന ക്വസ്റ്റ്യൻ ആണത് അല്ലേ. അതായത് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സെപ്പറേറ്റ് ആയിട്ട് പുറത്തുനിന്ന് ഒരു ജനറേറ്ററോ ഒരു ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് എക്സൈറ്റേഷൻ കൊടുക്കുക അല്ലേ. DC മിഷൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് പറയുന്നത് എങ്ങനെയാണ് അല്ലേ. അതായത് എക്സൈറ്റേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് സപ്ലൈ ആണോ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നുണ്ടാവുക ആ മെത്തേഡ് അനുസരിച്ചിട്ടാണ് DC മിഷൻസിന് അല്ലെങ്കിൽ DC ജനറേറ്ററുകളെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ക്ലാസിഫൈ ചെയ്യാറുള്ളത് അല്ലേ. അല്ലെങ്കിൽ ടൈപ്സ് ആയിട്ട് അതിൻ്റെ ഓരോ ടൈപ്സ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇതേപോലെ ഒരു ഫീൽഡ് വൈൻഡിങ് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതാണ് നമ്മളെ ആർമേച്ചർ എന്നുണ്ടെങ്കിൽ അല്ലേ, ഇതാണ് ആർമേച്ചർ എന്നുണ്ടെങ്കിൽ ഈ ആർമേച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലോഡ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, കാരണം ആർമേച്ചറിൽ ലോഡ് എടുക്കാൻ വേണ്ടി ലോഡ് ഉണ്ടാവും. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് പുറത്തുനിന്ന് ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു 24-32 വോൾട്ടേജ് ഒക്കെ ആ ഒരു വോൾട്ടേജ് ചെറിയൊരു ലോ വോൾട്ടേജ് നമ്മൾ കൊടുത്ത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററുകൾ എന്ന് വിളിക്കുന്നുണ്ടാവും കേട്ടോ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് വിളിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് നമുക്ക് എന്ത് പറയാം ഒരു കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏതിലെ വരുന്നുണ്ടായിരിക്കുക? സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ഉണ്ട്, സീരീസ് ജനറേറ്റർ ഉണ്ട്, ഷണ്ട് ജനറേറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്നുണ്ടാവുക സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ് അല്ലേ. അപ്പോൾ എന്താ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ജനറേറ്റർ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണല്ലോ ആർമേച്ചറിന് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ, വോൾട്ടേജ് ആണല്ലോ ഉണ്ടാക്കുക. ആ വോൾട്ടേജ് തന്നെ എന്ത് ചെയ്യുക, ആ വോൾട്ടേജ് തന്നെ എവിടെ യൂസ് ചെയ്യുക? നമ്മളെ ഫീൽഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് വിളിക്കുക അല്ലേ, സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ വിളിക്കുക. പക്ഷേ
അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഈ വോൾട്ടേജ് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമല്ലേ? എന്താ പ്രശ്നം? അവിടെ നമുക്ക് വോൾട്ടേജ് ഉണ്ടെങ്കിലല്ലേ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ അല്ലേ? ഈ ഫ്ലക്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? വോൾട്ടേജ് ഉണ്ടാവുള്ളൂ അല്ലേ? അതല്ല നമ്മളിപ്പോൾ EMFification പഠിക്കുന്ന അങ്ങനെയാണല്ലോ അല്ലേ? EG എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ് അല്ലേ? അപ്പോൾ ഫ്ലക്സ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയുള്ളൂ? വോൾട്ടേജ് ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുള്ളൂ? ഫ്ലക്സ് ഉണ്ടാവുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫ്ലക്സ് കിട്ടണം അല്ലേ? ആ ഫ്ലക്സ് കിട്ടുന്നത് എന്താണ്? സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററുകളിൽ ഇനീഷ്യലി ഫ്ലക്സ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ? എങ്ങനെയായിരിക്കും ഇനീഷ്യലി ഫ്ലക്സ് കിട്ടുന്നുണ്ടായിരിക്കുക? ജസ്റ്റ് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക കേട്ടോ. എങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. എങ്ങനെയായിരിക്കും നമുക്ക് ഇനീഷ്യലി ഒരു ഫ്ലക്സ് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ? ഓക്കെ, ആ ഇനീഷ്യൽ ഫ്ലക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതെന്ത് ചെയ്തോളും? കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പോയിക്കോളും അല്ലേ? അതായത് എന്താണ്? ജസ്റ്റ് അവിടെ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും, വോൾട്ടേജ് ഡെവലപ്പ് ചെയ്ത് പോയിക്കോളും അല്ലേ? അപ്പോൾ ഓക്കെ, അത് ആ കൺസെപ്റ്റ് കിട്ടി. അതായത് ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പറയുന്നതാണ് സീരീസ് എക്സൈറ്റഡ് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ, ദെൻ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞത് കേട്ടോ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സീരീസും ഷണ്ടും കൂടി വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് വിളിക്കാറുള്ളത്. അതിൽ ലോങ് ഷണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഷോർട്ട് ഷണ്ടും വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്സ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിൽ ഷണ്ട് ഉണ്ട്, സീരീസ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട് അല്ലേ? കോമ്പൗണ്ടിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ലോങ് ഷണ്ട് ഉണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഷോർട്ട് ഷണ്ടും വരുന്നുണ്ട്. ഇനിയും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ക്യുമുലേറ്റീവും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇനിയും അതിനകത്ത് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അതിനൊക്കെ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് അതിൽ വരുന്ന ചേഞ്ചസ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്? ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എന്താണ്? ഇത് നമ്മൾ ഈ പറയുമ്പോഴേ അതിന്റെ ടെർമിനൽ മാർക്കിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്ത് വെക്കുക. A1 A2 എന്ന് പറയുമ്പോൾ ആർമേച്ചർ ആണ് വരുന്നുണ്ടാവുക, B1 B2 കമ്മ്യൂട്ടേറ്റീവ് വൈൻഡിംഗ് ആണ് വരുന്നുണ്ടാവുക, C1 C2 കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് ആണ് വരുന്നുണ്ടാവുക, D1 D2 എന്ന് പറയുന്നത് സീരീസ് ആണ് ഫീൽഡ് വരുന്നതെന്നുണ്ടെങ്കിൽ, സീരീസ് എക്സൈറ്റേഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, ആൻഡ് E1 E2 എന്ന് പറയുന്നത് ഷണ്ട് എക്സൈറ്റേഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, ആൻഡ് F1 F2 എന്ന് പറയുന്നത് എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫീൽഡിന്റെ മാർക്കിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ചോദിക്കും കേട്ടോ. ഇവിടെ നമുക്കൊരു DC ഷണ്ട് മോട്ടോർ ഈസ് കണക്റ്റഡ് വിത്ത് 200 വോൾട്ട് DC സപ്ലൈ. ഒരു DC ഷണ്ട് മോട്ടർ ഉണ്ട്. DC ഷണ്ട് മോട്ടറിൽ 200 വോൾട്ടേജ് DC സപ്ലൈയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 200 വോൾട്ടേജ് DC സപ്ലൈയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ടേക്സ് എ ലൈൻ കറന്റ് ഓഫ് 18 ആംപിയർ അല്ലെ? 18 ആംപിയർ. 18 ആംപിയറിലാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ലൈൻ കറന്റ് വരുന്നത് അല്ലെ? ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് വിൽ ബി ദ ആർമേച്ചർ കറന്റ് ഇഫ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് 200 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷണ്ട് മോട്ടർ കിട്ടുമ്പോഴേ ജസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ചിത്രം വരച്ച് നോക്കുക കേട്ടോ. എന്താ ഷണ്ട് മോട്ടർ നമുക്ക് വരയ്ക്കാൻ പറ്റുക? എങ്ങനെ ഷണ്ട് മോട്ടർ നമുക്ക് വരയ്ക്കാം? ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സപ്ലൈ കൊടുക്കുന്നതെന്ന് കരുതുക അല്ലേ? സപ്ലൈ കൊടുക്കുന്നു, ഞാനിവിടെ ഒരു ആർമേച്ചർ വരയ്ക്കുന്നു, ആർമേച്ചർ കഴിഞ്ഞ് എന്താണ്? ഒരു ഷണ്ട് ഫീൽഡ് വരയ്ക്കുന്നു അല്ലേ? ഇതാണല്ലോ ഷണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാരലൽ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഷണ്ട് ഫീൽഡ് വരയ്ക്കുന്നു. ഞാൻ എത്ര വോൾട്ടേജ് അവിടെ കൊടുക്കുന്നത്? 200 വോൾട്ടേജാണ് കൊടുത്തുള്ളത്. 200 വോൾട്ടേജ് ആണ് മോട്ടറിലേക്ക് കൊടുത്തിട്ടുള്ളത്. 200 വോൾട്ടേജ് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? ദെൻ അവിടെ 200 വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞുള്ളത്? ഇറ്റ് ടേക്സ് എ ലൈൻ കറന്റ് ഓഫ് 18 ആംപിയർ. അതായത് ഇവിടെ ഉണ്ടാവുന്ന IL എന്ന് പറയുന്നത് എത്രയാണ്? 18 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 18 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ട്? വാട്ട് വിൽ ബി ദ ആർമേച്ചർ കറന്റ്. അതായത് ഈ വരുന്ന ആർമേച്ചർ കറന്റ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ RSH അതായത് നമ്മുടെ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 100 ഓം എന്നാണ് തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? IA കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? അതായത് നമ്മുടെ ആ ഒരു ആർമേച്ചർ കറന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ IA എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ജംഗ്ഷൻ കൺസിഡർ ചെയ്യാം അല്ലേ? ആ ഒരു ജംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ്? IL എന്ന് പറയുന്ന കറന്റ് അതുവരെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്ന് 2 കറന്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? എന്തൊക്കെയായിട്ട് മാറുന്നത്? IAയും അതേപോലെ തന്നെ എന്താണ്? ISHുമായിട്ട് മാറുന്നുണ്ട് അല്ലേ? അതായത് IL ഇസ് ഈക്വൽ ടു എന്താണ്? IA പ്ലസ് ISH ആണ്. അപ്പൊ IL നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 18 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? IA കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ISH നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ ISH കണ്ടുപിടിക്കാൻ പറ്റുക? ISH നോക്കിയേ, ഇവിടെ ISH അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? RSH ആണുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പാരലൽ ആവുന്നോണ്ടേ നമ്മൾ നോർമൽ പാരലൽ സർക്യൂട്ട് എടുത്താൽ പോരെ? പാരലൽ ആവുകൊണ്ട് 200 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ RSHലും എന്ത് കിട്ടുന്നുണ്ടാവും? 200 വോൾട്ടേജ് കിട്ടുന്നുണ്ടാവും അല്ലേ? അപ്പൊ അവിടെ നമുക്ക് കറന്റ് കണ്ടുപിടിക്കാൻ എന്താണ്? ISH ഈക്വൽ ടു എന്താണ്? V ഡിവൈഡഡ് ബൈ എന്ത് പറയാം നമുക്ക്?
RSH എന്ന് പറയാം അല്ലെ, V ഡിവൈഡ് ബൈ RSH എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക, 18 ആണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ IA is equal പ്ലസ് V ഡിവൈഡ് ബൈ RSH. V എന്ന് പറഞ്ഞാൽ എത്രയാണ്, 200 ആണ്. 200 ഡിവൈഡ് ബൈ 100 കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. 200 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നുണ്ടായിരിക്കുക, 2 അല്ലേ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഞാനിവിടെ എഴുതാണ്, അതായത് IA is equal to, ഇവിടെ ഓൾറെഡി 18 ഉണ്ട്, അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 18 മൈനസ് അല്ലെ, ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു 200 ബൈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ 2 ആണ് കിട്ടുന്നുണ്ടാവുക. അതായത് 18 മൈനസ് 2 എത്ര കിട്ടുന്നുണ്ടാവുക, 16 ആംബിയർ ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. അതായത് ഇവിടുത്തെ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 16 ആംബിയർ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സിമ്പിൾ അല്ലേ അല്ലെ. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോലോ. ഇതേപോലത്തെ പ്രോബ്ലംസ്, ചെറിയ പ്രോബ്ലംസ് കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നോർമലി ഇപ്പൊ ഇതിനകത്ത് മാത്രം പറയണമെന്നില്ല, ക്രിച്ചോഫ് കറണ്ട് ലോ ആണ് അല്ലെ, അവിടെ നമുക്ക് കിട്ടും അല്ലെ. അതല്ലെങ്കിൽ പിന്നെ എന്താണ്, ഓംസ് ലോ ഉണ്ട് അല്ലെ, അതൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാം. നോർമലി ആ ഒരു സാധനം സർക്യൂട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുന്നതൊക്കെ എന്താണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ് കേട്ടോ. ക്ലിയർ ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം അല്ലെ. അപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ കൺട്രോൾ ദ സ്പീഡ് ഓഫ് DC മോട്ടോർ എബോ റേറ്റഡ് സ്പീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അതായത് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടറുകളിൽ ഏത് സ്റ്റാർട്ടർ ആണ് നമുക്ക് എബോ റേറ്റഡ് സ്പീഡായിട്ട് മെത്തേഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഈ എബോ റേറ്റഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ DC മോട്ടറിനകത്ത് 2 സ്പീഡ് കൺട്രോൾ മെത്തേഡാണ് നമ്മൾ പ്രധാനമായിട്ടും ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് മോട്ടറിനകത്ത് നമ്മൾ പറയുന്നത് അല്ലേ. 2 സ്പീഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 സ്പീഡ് കൺട്രോൾ മെത്തേഡ്. ഇനിയും ഉണ്ട്, അതായത് മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് ഒന്നിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വാൾ ലൈൻ മെത്തേഡൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. 2 നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട 2 മെത്തേഡാണ്. ഒന്നാമത്തത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡും, രണ്ടാമത്തെ എന്താണ്, ഫീൽഡ് കൺട്രോൾ മെത്തേഡും അല്ലേ. ഈ ആർമേച്ചർ കൺട്രോൾ മെത്തേഡിന്റെ പ്രത്യേകത എന്താ, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റഡ് സ്പീഡിനും താഴേക്കാണ് വരുന്നുണ്ടാവും അല്ലെ. റേറ്റഡ് സ്പീഡിനും താഴേക്കാണ് വരിക. അതായത് ഒരു 1500 RPM കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1300 1200 RPM നമുക്ക് കറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. DC മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അടുത്തെന്താണ്, ഈ 1500 കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടറിനെ നമുക്ക് 1800 2000 കറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുക, അതിനുപയോഗിക്കുന്നതാണ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ് അല്ലേ. അതായത് എബോ റേറ്റഡ് സ്പീഡിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഇതിൽ യൂസ് ചെയ്യേണ്ട ഏത് മെത്തേഡാണെന്ന് ചോദിച്ചത് അല്ലേ. ഇപ്പോൾ ഈ 3 പോയിന്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക, നമുക്ക് ഓൾറെഡി ആർമേച്ചർ ഫീൽഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് അല്ലേ. ആ ഫീൽഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീൽഡിനകത്ത് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ അവിടെ ഉണ്ട് കേട്ടോ. അതായത് സ്പീഡ് ഓഫ് എ DC മോട്ടോർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താ പറയുന്നുണ്ടാവുക, ഫ്ലക്സ് എന്ന് പറയുന്നുണ്ടായിരിക്കും അല്ലേ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്ലക്സ് എന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞു ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കൂട്ടുക, അതായത് ഫീൽഡിലുള്ള കറണ്ട് നമ്മൾ കുറയ്ക്കും. കറണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് കുറയും, ഫ്ലക്സ് കുറയും. കറണ്ട് കുറയുമ്പോൾ ഫ്ലക്സ് കുറഞ്ഞാൽ സ്പീഡ് എന്താ ചെയ്യുക, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ. സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുകയാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അത് ഫ്ലക്സ് കുറയുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫ്ലക്സ് കുറഞ്ഞ് സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഈ ഫ്ലക്സ് കുറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കറണ്ട് കുറയുമ്പോഴല്ലേ ഫ്ലക്സ് കുറയുന്നത്. അപ്പോൾ നമ്മളൊരു 3 പോയിന്റ് സ്റ്റാർട്ടർ എടുക്കുകയാണെങ്കിൽ ഈ ഫീൽഡിലേക്കാണ് നേരിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക, നമ്മുടെ ആ ഒരു നോ വോൾട്ട് കോയിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നോ വോൾട്ട് കോയിൽ എന്താ സംഭവിക്കുക, അതൊരു മാഗ്നറ്റിക് കോയിൽ അല്ലേ, അതെന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും അല്ലേ. വിഡ്രോ ചെയ്യുന്നതോടെ മോട്ടർ എന്ത് ചെയ്യും, ഓഫ് ആവും. അതായത് നമ്മൾ ജസ്റ്റ് ഫീൽഡ് കൺട്രോൾ അതായത് സ്പീഡ് കൺട്രോൾ ചെയ്താണ്, സ്പീഡ് കൺട്രോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, മോട്ടർ ഓഫ് ആയിപ്പോയി അല്ലേ. അതാണ് നമുക്ക് പ്രശ്നം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷണ്ട് മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 സ്പീഡ് കൺട്രോൾ മെത്തേഡേ ഉള്ളൂ, 2 സ്റ്റാർട്ടിംഗ് മെത്തേഡേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, 3 പോയിന്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് 4 പോയിന്റ് സ്റ്റാർട്ടർ അല്ലേ. ഈ 2 പോയിന്റ് സ്റ്റാർട്ടർ എവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക, സീരീസിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ 3 പോയിന്റ് സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്താലുള്ള പ്രശ്നമാണിത്. അതായത് എബോ റേറ്റഡ് സ്പീഡിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മോട്ടർ ഓഫ് ആയി പോകുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക, അതായത് വിച്ച് സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് DC മോട്ടോർ എബോ റേറ്റഡ് സ്പീഡ് എന്നാണ് ചോദിച്ചുള്ളത്. എബോ റേറ്റഡ് സ്പീഡ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും, 4 പോയിന്റ് സ്റ്റാർട്ടർ ആട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല, ഈ മോട്ടർ ഇങ്ങനെ ഓഫ് ആവുന്ന കണ്ടീഷൻ നമുക്ക് വരുന്നുണ്ടാവില്ല. ക്ലിയർ ആയോ? ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് ഈ ഒരു കൺസെപ്റ്റ് കേട്ടോ. ഇതാണ് നമ്മൾ 4 പോയിന്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. 4 പോയിന്റ് സ്റ്റാർട്ടർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ നോ വോൾട്ട് കോയിൽ എന്ന് പറയുന്നത്, ഇവിടെ കാണുന്ന ഈ ഒരു നോ വോൾട്ട് കോയിൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മളൊരു സെപ്പറേറ്റ് കണക്ഷൻ, ഒരു പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. അതായത് 3 പോയിന്റ് സ്റ്റാർട്ടർ ആണെങ്കിൽ അത് എവിടെ കൊടുക്കുന്നുണ്ടായിരിക്കുക,
ഈ ഷണ്ട് വൈൻഡിങ്ങിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 4 പോയിന്റ് സ്റ്റാർട്ടർ അത് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ ഡിഫിക്കൽറ്റി, അതായത് കറണ്ട് കുറയുമ്പോൾ ഇവിടെ എക്സൈറ്റേഷൻ നഷ്ടപ്പെട്ട് തിരിച്ചു പോരുന്ന ആ ഡിഫിക്കൽറ്റി ഇവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 4 പോയിന്റ് സ്റ്റാർട്ടർ ആണ്, എബോ റേറ്റഡ് സ്പീഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പറയാം അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആർമേച്ചർ കോർ ലാമിനേഷൻ ഈസ് ടു റെഡ്യൂസ് എന്നാണ് ചോദിച്ചത് അല്ലേ. എങ്ങനെ ആർമേച്ചർ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കുറയ്ക്കുന്നുണ്ടായിരിക്കുക, ആർമേച്ചർ കോർ ലാമിനേഷൻ എന്താ കുറയ്ക്കുന്നതെന്നാണ് ചോദിച്ചത് അല്ലേ. ആർമേച്ചർ കോർ ലാമിനേഷൻസ് എന്താ കുറയ്ക്കുന്നുണ്ടായിരിക്കുക, ആർമേച്ചർ കോറിന് നമ്മൾ ലാമിനേറ്റഡ് ആയിട്ട്, എന്താ ലാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്താ പറയാം, ലാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നോർമലി ഒരു സിംഗിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതിന് പകരം, സിംഗിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് പകരം, ഇപ്പോൾ ജസ്റ്റ് ഈ പെന്ന് ഉണ്ടോ, ഈ പെന്ന് നമ്മളൊരു സിംഗിൾ പീസ് അല്ലേ, ഈ സിംഗിൾ പീസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരം ചെറിയ 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 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ഓരോ കഷ്ണത്തിന് എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുക അല്ലേ, ഒന്ന് ലാമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിനെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഈ ലാമിനേഷൻ എന്ന് പറഞ്ഞത് അല്ലേ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇപ്പോഴും ചോദിക്കുന്നത്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മെറ്റീരിയൽ കൺസെപ്റ്റിൽ മാറ്റം വരുത്തിയത് അല്ലേ, സിലിക്കൺ സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തത് എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. എന്താണ് ആർമേച്ചർ കോർ ലാമിനേഷൻസ്, അപ്പോൾ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, എന്താ റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മുടെ എഡി കറന്റ് ലോസിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. കാരണം എന്താണ്, എഡി കറന്റ് ലോസിനെ എങ്ങനെ കുറയ്ക്കുന്നുണ്ടായിരിക്കുക, അതായത് എഡി കറന്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടാവുന്ന ഒരു ഇൻഡ്യൂസ്ഡ് EMF ആണ് അല്ലേ. ഈ ഇൻഡ്യൂസ്ഡ് EMF അതിനുള്ളിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഹീറ്റായിട്ട് ലോസ് ഉണ്ടാവുന്നതാണ് എന്ത് ചെയ്യുന്നത്, എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ അവിടെ അടുത്തടുത്ത് ഇങ്ങനെ പീസ് വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവുമോ, ഇല്ല അല്ലേ. ചെറിയ ചെറിയ പീസുകളാകുമ്പോൾ എന്താണ്, റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ഥലം കുറയും. റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ഥലം കുറയുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ആ ഒരു ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ എഡി കറന്റ് ലോസിൽ നിന്നും അല്ലെങ്കിൽ എഡി കറന്റ് ലോസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇത് മൊത്തമായിട്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല, കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവില്ല, കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക കേട്ടോ, ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, DC മെഷീൻസിൻ്റെ ഭാഗങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് മോഡ്യൂളാണ്. അതായത് മെഷീൻസിൻ്റെ കേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യുക. അതായത് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ EMF ഇക്വേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗത്ത് അടുത്ത മോഡ്യൂളുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.